കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എ ലെവൽ ബി ലെവൽ പറഞ്ഞു അതാ സംഗതി. എ ലെവൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. SNR എന്ന് പറഞ്ഞാൽ ആദ്യം SNR എന്താന്ന് പറഞ്ഞത്. SNR എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്ലസ് ഓപ്പൺ. നമ്മൾ ക്യാൻഡിൽസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻഡിൽസിന്റെ ക്ലോസിങ്ങും നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങും, അതാണ് SNR ഏരിയ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസിക് SNRന്റെ എ ലെവലിനെയും ബി ലെവലിനെയും കുറിച്ചാണ്. എന്താണ് എ ലെവൽ? ഒരു ബൈ കാൻഡിൽ പിന്നെ ഒരു സെൽ കാൻഡിൽ, അതായത് ആദ്യം ബൈ കാൻഡിലും പിന്നെ സെൽ കാൻഡിലും വരികയാണെങ്കിൽ ആ ആദ്യത്തെ ക്യാൻഡിലിന്റെ ക്ലോസിങ്ങും രണ്ടാമത്തെ ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങും ഇവിടെ ഒരു സിംഗിൾ പ്രൈസ് ഉണ്ടാവും. ഈ ഏരിയയെ നമ്മൾ എ ലെവൽ എന്ന് പറയാം. ഇപ്പൊ ബി ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഒരു സെൽ ക്യാൻഡിൽ പിന്നെ ഒരു ബൈ ക്യാൻഡിൽ ഇങ്ങനെ വരുന്ന ഈ ഏരിയയാണ് നമ്മൾ ബി ലെവൽ എന്ന് പറയാം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ഏരിയയാണ്. ഈ ഏരിയകളിൽ നിന്ന്, അതായത് എ ലെവൽ വരികയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രീസ് പ്ലേസ് ചെയ്യാം, ബി ലെവലിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ഓരോ ലെവലുകളാണ്. ഈ ലെവലുകളിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് സെല്ലും ബൈ എടുക്കും. എ ലെവലിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് സെല്ലാണ്, ബി ലെവലിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ബൈ ആണ്. അപ്പോ ഇനി ഡീറ്റെയിൽ ആയിട്ട് എ ലെവലും ബി ലെവലും പറഞ്ഞു, ബ്രേക്ക് SNR ഗ്യാപ്പ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.